അതിനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മാങ്ങ പറിച്ചെടുക്കാം അല്ലെ. പൂളി എടുക്കണേക്കാൾ നല്ലത് നമ്മളിങ്ങനെ കൊത്തിയിടുന്നതാണ്. ഇനി നമുക്ക് 1-2 സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഇതിൽ ചേർക്കണം. പിന്നീട് അതിലോട്ട് ഒരു പിഞ്ച് ഉപ്പ് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ആ ഒരു മധുരവും ചെറിയൊരു എരിവും എല്ലാവർക്കും പിയർസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാമ. അപ്പോൾ ഒത്തിരി പേരായി പറയണു നമ്മളുടെ വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ച് ഈസി ടേസ്റ്റി റെസിപ്പീസ് ഒക്കെ ഒന്ന് തയ്യാറാക്കി കാണിക്കാൻ പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ ആ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ഇന്നുണ്ടല്ലോ അതെ മാങ്ങ. ഇപ്പൊ എല്ലാവരുടെ വീട്ടിലുള്ളതാണ് മാങ്ങ അല്ലെ. അപ്പൊ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ എപ്പോഴും മാങ്ങ കിട്ടുന്നതാണ്. അപ്പൊ ഈ മാങ്ങ വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് എന്നാലും നല്ല ഹെൽത്തി ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു സംഭവം ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ വളരെ എളുപ്പത്തിൽ അത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് അതിനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മാങ്ങ പറിച്ചെടുക്കാം അല്ലെ. അപ്പൊ നമ്മൾ മാങ്ങ പറിച്ചു. ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം. അപ്പൊ നമ്മൾ ആവശ്യാനുസരണം മാങ്ങ പറിച്ചെടുത്തിട്ടുണ്ട്. മാങ്ങയ്ക്ക് ഇത്ര അളവൊന്നുമില്ല, നമുക്ക് എത്രയാണോ വേണ്ടത് അത്രയാണ് കേട്ടോ എടുക്കേണ്ടത്. അപ്പൊ നമ്മൾ അതൊന്ന് കഴുകിയെടുക്കാം. ഇത്ര ഇതേപോലെ നന്നായിട്ട് ചെനച്ച മാങ്ങയാണെങ്കിൽ ഒത്തിരി നല്ലതാണ് കേട്ടോ. ഇതേപോലെ ചെറുതായിട്ട് ചെനച്ച മാങ്ങയാണ് കൂടുതൽ ടേസ്റ്റ്. ഇനിയിപ്പോ നിങ്ങളുടെ അടുത്ത് അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉള്ള മാങ്ങ എടുക്കാം. ഇതേപ്പോ ഇത്രയും ചെനച്ച മാങ്ങ എടുക്കുന്നതാണ് കേട്ടോ ഒത്തിരി നല്ലത്. അപ്പൊ നമ്മളിത് എടുത്തു. ഇനി നമ്മളിത് തൊലിയൊക്കെ ചെത്തി കളയണം. തൊലി ചെത്തി കഴിഞ്ഞാലാണ് നമ്മളിത് കറക്റ്റ് ആവുള്ളൂ. അപ്പൊ നമ്മളിതേ തൊലിയൊക്കെ ചെത്തി നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് ഇത് അരയ്ക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മള് ഇപ്പൊ നമ്മളുടെ സ്പെഷ്യൽ ജ്യൂസ് ആണെന്ന് പറഞ്ഞല്ലോ, അതിനായിട്ട് നമ്മളിങ്ങനെ പൂളി എടുക്കണേക്കാൾ നല്ലത് നമ്മളിങ്ങനെ കൊത്തിയിടുന്നതാണ്. ഇതേപോലെ കൊത്തിയിടുന്ന സമയത്ത് അതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് കൊത്തിയിടാനായിട്ട് ശ്രദ്ധിക്കൂ കേട്ടോ. അപ്പൊ നമ്മൾ അതെല്ലാം കട്ട് ചെയ്ത് കറക്റ്റ് ആയിട്ടോ. ഇനി നമ്മളത് കഴുകിയതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഇത് ഇടുകയാണ്. ഇനി നമുക്ക് 1-2 സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഇതിൽ ചേർക്കണം. പ്രത്യേകിച്ച് നമ്മുടെ കാന്താരി ഇതിൽ നിർബന്ധമാണ്. അപ്പൊ 2 കാന്താരി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത്രയും കൂടെ എരിവ് വേണം എന്ന് ആഗ്രഹമുള്ളവർക്ക് എരിവ് കുറവുള്ള ഒരു മരുന്ന് എരിവ് കുറവുള്ള ഒരു മുളക് ചേർക്കാം. ചെറിയൊരു ഫ്ലേവറും കൂടെ കിട്ടും. അപ്പൊ ഞാൻ എരിവ് കുറവുള്ള മുളക് ചെറിയൊരു കഷ്ണം ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ നമ്മുടെ തോട്ടത്തിൽ തന്നെ പറിച്ചിട്ടുള്ള നമ്മുടെ സ്വന്തം പുതിന. ഇനി ഇത് നമുക്ക് ഇതിലോട്ട് നമുക്ക് ആവശ്യാനുസരണം പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യാം. നമ്മള് മധുരത്തിന്റെ അളവ് എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യാനുസരണം ചേർക്കാം. പിന്നീട് അതിലോട്ട് ഒരു പിഞ്ച് ഉപ്പ് കേട്ടോ, ഒരു നുള്ള ഉപ്പ് നമ്മൾ ഇടണം. കാരണം ഇത് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലോട്ട് നമുക്ക് ഐസ് ക്യൂബ്സ് വേണമെങ്കിൽ ഇട്ടിട്ട് അടിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ തണുത്ത വെള്ളം ഒഴിച്ചിട്ട് അടിക്കാം. ഞാനിപ്പോ തൽക്കാലം തണുത്ത വെള്ളം ഒഴിച്ച് അടിച്ചതിന് ശേഷം ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് സെർവ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്രകാരം ചെയ്യാം. ഐസ് ക്യൂബ്സ് ഇട്ട് അടിക്കണവർക്ക് അങ്ങനെ ചെയ്യാം, തണുത്ത വെള്ളം ഒഴിക്കണവർക്ക് അങ്ങനെ ചെയ്യാം. നമ്മളിത് അടിച്ചെടുക്കുകയാണ് കേട്ടോ. ഇതേ അരഞ്ഞ് കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഒന്ന് അരിച്ചെടുക്കാം. നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഓരോ സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. നമ്മൾ 2 രീതിക്കാണ് ചെയ്യണത്. ഇതിലേക്ക് ഇത്ര അളവ് മതി, ഇതിലും ഫുള്ളായി നിറയ്ക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഐസ് ക്യൂബ്സ് ആവശ്യാനുസരണം ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ കുടിക്കാനായിട്ട്. അപ്പോഴാണ് ഇത് അടിപൊളി ടേസ്റ്റ് ആയിട്ട് മാറാം. ഇനി ഇതിലോട്ട് നമ്മളുണ്ടല്ലോ സോഡയും കൂടെ ചേർത്തിട്ട്, സോഡ ചേർക്കണ സമയത്ത് ചിലപ്പോൾ കുറച്ച് മധുരം കുറയും. അപ്പൊ ആവശ്യാനുസരണം മധുരം വേണമെങ്കിൽ ആഡ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ കുടിക്കാം. അപ്പൊ ഇതിലേക്ക് സ്വല്പം സോഡ കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ആക്കുന്നത്. അപ്പൊ ശരി, നമുക്ക് സോഡ നമുക്ക് ആവശ്യാനുസരണം എങ്ങനെയാന്ന് വെച്ചാല് സോഡ ആഡ് ചെയ്തിട്ട്, ഇനി ഇതിലിപ്പോ അത്യാവശ്യം മധുരം ഉണ്ട്. മധുരം കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇതിലോട്ട് മധുരം ആഡ് ചെയ്യാം. ഈ സോഡ ആഡ് ചെയ്തിട്ട് ഇങ്ങനെ കഴിക്കണ സമയത്തുണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ആ ഒരു മധുരവും ചെറിയൊരു എരിവും ഉപ്പും എല്ലാം കൂടിയായിട്ട്
സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. ആ ഒരു ചെറിയൊരു പുളി, എരു, മധുരം ഒക്കെയും കൂടെ വന്നു. പിന്നെ നമ്മുടെ ആ പുതിനയുടെ ആ ഫ്ലേവർ ഒക്കെ കൂടി വന്നപ്പോഴേ സൂപ്പർ ടേസ്റ്റ് ആണ്. എല്ലാവരുടെ വീട്ടിലും ഇതുള്ളതാണ്. ഒട്ടനെ പോയിട്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതാണെന്നുണ്ടെങ്കിൽ പറയണ്ട, അതിലധിഗംഭീരാണ്. ആഹാ സൂപ്പർ. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.